നമസ്കാരം എല്ലാ കുട്ടികൾക്കും. ഗിരീഷ് സാറാണ്. +1 ഇംപ്രൂവ്മെൻറ്റ് ഒരുപാട് സന്തോഷിച്ച കേരളത്തിലെ കുട്ടികളാണ്. കാരണം +1 പരീക്ഷ എഴുതി കഴിഞ്ഞപ്പോൾ പല വിഷയങ്ങളും ടഫായിരുന്നു. ഞങ്ങൾക്ക് എന്തായാലും ഇംപ്രൂവ്മെൻറ്റ് പുനഃസ്ഥാപിച്ചു. അത് വലിയൊരു കാര്യമാണ്, വലിയൊരു നേട്ടമായിട്ടാണ്. കാരണം ഇതിനൊക്കെ വേണ്ടി ഭയങ്കരമായിട്ട് ഓൺലൈനിലും ഓഫ്ലൈനിലും ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു അധ്യാപന രീതിയിൽ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി. ഒക്ടോബറിൽ നടത്തുമെന്നുള്ളൊരു പക്ഷേ അവിടെ ഒരു പണിയുണ്ട്, ഒരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഇതിപ്പോൾ 2-3 കൊല്ലമായിട്ട് ഈ പരീക്ഷ സെപ്റ്റംബറിൽ ഒക്ടോബറിലുള്ളത് നടത്തുന്നില്ല. അത് ഭയങ്കര റിസൾട്ടായിരുന്നു പണ്ട്. കാരണം 3 വിഷയം ഇമ്പ്രൂവ് ചെയ്യാം, നല്ല ഗംഭീര മാർക്ക് മേടിക്കാം. നമുക്ക് സെലക്ട് ചെയ്യുന്ന 3 വിഷയം മാർക്ക് കുറവുള്ളതിന് നല്ല അടിപൊളിയായിട്ട് പഠിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒന്നാമത് ഒരു 80% +1 കുട്ടികൾക്ക് ഒരു ടെൻഷനില്ല, പഠിക്കുന്നതിനോട് അത്ര വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. എല്ലാം +2 കൊണ്ട് തീർക്കാവുന്ന. ഇപ്പോൾ ഈ ഒക്ടോബറിൽ പരീക്ഷ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 2 മാസം പ്രിപ്പയർ ചെയ്യണം. ഏതിന്? ഒക്ടോബറിലെ പരീക്ഷയ്ക്ക്. അങ്ങനെ ഗംഭീരമായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ +1 ഇമ്പ്രൂവ്മെൻറ്റിന് നല്ല മാർക്ക് വേരിയേഷൻ വരത്തുള്ളൂ. അല്ലെങ്കിൽ മാർക്കിന് വേരിയേഷൻ വരത്തില്ല. എളുപ്പമൊന്നും നമ്മൾ ആരെങ്കിലും പറഞ്ഞാൽ തെറ്റാണ്. എളുപ്പത്തിലൊന്നും ആയിരിക്കത്തില്ല ക്വസ്റ്റ്യൻ, പല രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കാം. പബ്ലിക് എക്സാമിൻ്റെ കൂട്ട് തന്നെ ഉറപ്പായിട്ടൊരു പബ്ലിക് എക്സാം തന്നെയാണ് +1 ഇമ്പ്രൂവ്മെൻറ്റ്. അന്നേരം അതിൽ എത്രമാത്രം നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് വലിയൊരു അവസരമായിരുന്നു. പക്ഷേ ഇതിനകത്ത് പ്രശ്നം പറഞ്ഞാൽ അധ്യാപകരും ഈ പറഞ്ഞ പോലെ സെക്കൻഡ് ഇയർ മാത്രം ഫോക്കസ് ചെയ്യുന്ന ഒരുപാട് അധ്യാപകരുണ്ട്. ഫസ്റ്റ് ഇയർ പഠിപ്പിക്കണമെന്നില്ല, ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി പഠിപ്പിക്കണമെന്നില്ല. അപ്പം നമ്മളെ പോലുള്ള ഇതിനു വേണ്ടി എല്ലാം തയ്യാറെടുത്ത് നിൽക്കും. അന്നേരം കുട്ടികളും മനസ്സുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്ക് മാർക്ക് കിട്ടിയേ പറ്റൂ. +1 മാക്സിമം മാർക്ക് കിട്ടിയാൽ +2 കൂട്ടുമ്പം അടിപൊളിയായിരിക്കും നിങ്ങളുടെ മാർക്ക്. പക്ഷേ ഈ മടി മാറ്റണം. പിന്നെ ഈ അധ്യാപകരുടെ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് ഒരു പരിഗണന കൊടുക്കണം. എല്ലാ സ്കൂളിലും കുറച്ചൊക്കെ ഇമ്പ്രൂവ്മെൻറ്റൂടെ പഠിപ്പിച്ച് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇപ്പം നമ്മളൊക്കെ എന്തായാലും ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടി ഫുൾ ഡെഡിക്കേറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പ്രശ്നമില്ല. അല്ലെങ്കിൽ നമുക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് യാതൊരു റിസൾട്ടും കിട്ടത്തില്ല. അതുകൊണ്ട് മാക്സിമം നന്നായിട്ട് കഷ്ടപ്പെട്ട് ഇമ്പ്രൂവ്മെൻറ്റിന് പഠിക്കുക. ഉറപ്പായിട്ടും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സേഫ് എന്നല്ല, ഡബിൾ ദ മാർക്ക് ചെയ്യുക. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.